മറുപടി കൊടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി. വ്യക്തിപരമായ ആരോപണങ്ങൾ തനിക്ക് നേരെ ഉണ്ടായപ്പോൾ അതിന് മറുപടി പറയേണ്ടതില്ലെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശപരമായ ഒരു ആരോപണം, ഒരു പ്രത്യാക്രമണം ഉണ്ടായപ്പോൾ അതിന് ആ സ്പോട്ടിൽ മറുപടി കൊടുത്തതിന്റെ പിറകെ മാത്രമേ ആ സ്ഥലം വിടേണ്ടതുള്ളൂ എന്ന് സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എന്താ പറയേണ്ടത്? അല്ലാഹു മൗലാനാ ലാ മൗലാ ലക്കും, പടച്ചവനാ ഞങ്ങളെ യജമാനൻ, ആ യജമാനൻ മനുഷ്യർക്ക് മൊത്തത്തിലുള്ളതാ, പക്ഷേ ആ യജമാനന്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കില്ല. നമുക്ക് കാണാം അൽ ഹർബ് സിജാൽ, യുദ്ധം ഇതങ്ങനെ തന്നെയാണ് പ്രകൃതിയിലെ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് പോരാൻ പറ്റും. അപ്പോ ഈ ആവശ്യത്തിനാണ് ഈ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോട്ടെ. 8 നൂറ്റാണ്ട് മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചിട്ട് ഈ വിധത്തിൽ ആക്രമിക്കാനും ശക്തി ഉപയോഗിച്ച് മതപരിവർത്തനം നടത്താനും മറ്റു മതസ്ഥരെ കൂട്ടക്കൊല ചെയ്യാനും ആരാധനാലയങ്ങൾ നശിപ്പിക്കാനുമാണ് അവർ തീരുമാനിച്ചിരുന്നതെങ്കിൽ ഇന്ത്യയിൽ ഇത്രയധികം ഹിന്ദുക്കൾ ബാക്കിയാകുമായിരുന്നു, ഇന്ത്യയിൽ ഇത്രയധികം മറ്റു മതക്കാർ ബാക്കിയാകുമായിരുന്നു. എന്തിനാണ് 8 നൂറ്റാണ്ട്? എന്തിനാണ് 8 നൂറ്റാണ്ട്? 800 വർഷം വേണം ഒരു തലമുറയെ ഇല്ലാതാക്കാൻ? അമേരിക്കക്കാരൻ അവന്റെ നാട്ടിലെ റെഡ് ഇന്ത്യൻസിനെ നശിപ്പിക്കാൻ ഇത്ര കാലമൊന്നും എടുത്തിട്ടില്ല. ഇത്രയൊക്കെയല്ലേ ഇവിടുന്ന് പറയാൻ പറ്റൂ? അങ്ങനെ കേട്ടാൽ മതി. അതാണ് അതിന്റെ ചരിത്രം. ഒരു സമുദായത്തെ നശിപ്പിക്കാൻ, ഇല്ലാണ്ടാക്കാൻ വിചാരിച്ചാൽ അത്രയധികം നേരം വേണ്ട. ഇവരിപ്പോഴും പഴക്കം അവകാശപ്പെടുന്ന ആരാധനാലയങ്ങളുടെ ഇന്ത്യയിൽ ഹൈന്ദവ ദേവാലയങ്ങൾ, തീർത്ഥസ്ഥലങ്ങൾ ഒരു കേടുപാടും പറ്റാതെ, ഒരു പോറൽ പോലും ഏൽക്കാതെ 8 നൂറ്റാണ്ട് ഈ ആരാധനാലയങ്ങളെ കാത്തു സൂക്ഷിച്ചത്, 8 നൂറ്റാണ്ട് ഈ ഹൈന്ദവ ദേവാലയങ്ങളെയും തീർത്ഥസ്ഥാനങ്ങളെയും പുണ്യസ്നാന ഘട്ടങ്ങളെയും കാത്തു സൂക്ഷിച്ചത് ഹൈന്ദവന്റെ പട്ടാളമാണോ? ഭൂരിപക്ഷ സമുദായത്തിന്റെ പട്ടാളക്കാരാണോ? ക്ഷത്രിയനാണോ? അല്ല. മുസൽമാന്റെ പട്ടാളം ആ ആരാധനാലയങ്ങളെ കാത്തുരക്ഷിച്ചു. മുസ്ലിം ഭരണാധികാരികളുടെ സൈന്യം ആ സ്ഥലങ്ങൾക്ക് കാവൽ നിന്നു. ആ പരിപാവനം എന്നൊരു സമുദായം കണക്കാക്കുന്ന ആ സ്ഥലങ്ങളോട്, അവിടെ നടക്കുന്ന ആരാധനാ രീതികളോട് തീർത്തും വിമുഖതയും വെറുപ്പുമാണുള്ളതെങ്കിൽ പോലും അതൊരു സമൂഹത്തിന്റെ ആരാധനാലയങ്ങളാണെന്ന നിലയ്ക്ക് സംരക്ഷിക്കേണ്ട ബാധ്യത പടച്ചവനാൽ ഞങ്ങളിൽ അർപ്പിതമാണെന്ന് മനസ്സിലാക്കിയ ഭരണാധികാരികൾ, മുസ്ലിം ഭരണാധികാരികൾ, അത് ഗസ്നിമാരായാലും ഗോറിമാരായാലും ഖിൽജിമാരായിരുന്നാലും മുഗളന്മാരായിരുന്നാലും ആ ബാധ്യത നിർവഹിച്ചതിന്റെ ഉദാഹരണമാ അവയൊക്കെ ഇന്നും തലയുയർത്തി നിൽക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കം പരിശോധിച്ചിട്ട് ഒരു പോറല് പോലും അവയുടെ ഒരു ചില്ലിന് പോലും പറ്റിയിട്ടില്ല, ഒരു കല്ലിന് പോലും പറ്റിയിട്ടില്ല, ഒരു വിഗ്രഹത്തിന്റെ ഒരു പാടിന് പോലും പറ്റിയിട്ടില്ല. പിന്നെ വിഗ്രഹങ്ങളെ കക്കുകയും വിൽക്കുകയും ചെയ്യുന്ന പരിപാടിയല്ലേ, അതാരാ ചെയ്യാറെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ബാക്കി ആലോചിച്ചു. അതിന് വഴി പറയേണ്ടത് മുസ്ലിങ്ങളെയല്ല, അതിന് കുറ്റം പറയേണ്ടത് മുസ്ലിങ്ങളെയല്ല. ശ്രീകോവിൽ തുറന്ന് ഭണ്ഡാരം കക്കാനും അവിടുത്തെ തിരുവാഭരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകാനും ഇതുവരെ മുസ്ലിങ്ങൾ അങ്ങനെ മെനക്കെട്ടതായി വലിയ ചരിത്രരേഖയൊന്നുമില്ല. ഇത് വിദ്വേഷമോ വിമർശനമോ അല്ല, സാന്ദർഭികമായി ഒരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ ഈ സമ്പ്രദായം, ഈ അവസ്ഥയിൽ നിലനിന്നു വരികയാണ് ഉണ്ടായത്. കാലഘട്ടങ്ങളിൽ മുഴുവൻ, സാഹചര്യങ്ങളിൽ മുഴുവൻ. എന്താ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഞാൻ എന്താണ് ഞാൻ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം ഇതാണ്. ഈ വിധത്തിൽ മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രം, ഒരു ബോധം നൽകപ്പെട്ടവനാ മുസൽമാൻ. അതിരുകളില്ലാത്ത വിധത്തിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടണമെന്ന ബോധമുള്ളവനാണ് മുസൽമാൻ. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ മതത്തിന്റെ അതിർത്തികളില്ലാതെ കാത്തു സൂക്ഷിക്കപ്പെടണമെന്ന് പഠിപ്പിച്ചു തന്ന പ്രവാചകന്റെ മാതൃക പിൻപറ്റുന്നവരാ മുസൽമാൻ. ആ മുസൽമാനോട് ദേശസ്നേഹം എന്നത് അവന്റെ വിശ്വാസത്തിന്റെ തേട്ടമാണ്. അവൻ ജീവിക്കുന്ന പ്രദേശത്തെ മനുഷ്യരെ സ്നേഹിക്കുക എന്നത് അവന്റെ ഈമാന്റെ ഭാഗമാണ്. അതവനെ മറ്റാരും ചൊല്ലിപ്പഠിപ്പിക്കേണ്ടതില്ല, അതിനവന് മറ്റാരുടെയും തീട്ടൂരവും ആവശ്യമില്ല. മുസൽമാൻ എവിടെ ജീവിച്ചിരുന്നാലും, ഏത് പ്രദേശത്ത് ജീവിച്ചിരുന്നാലും ആ പ്രദേശത്തെ മുസ്ലിങ്ങളെ മുഴുവൻ സ്നേഹിക്കും. അതിരുകളില്ലാതെ സ്നേഹിക്കും, മതത്തിന്റെ പരിധികളില്ലാതെ സ്നേഹിക്കും, നിറത്തിന്റെ വ്യത്യാസമില്ലാതെ സ്നേഹിക്കും, ജാതിയുടെ വ്യത്യാസമില്ലാതെ സ്നേഹിക്കും, പട്ടികവർഗമെന്നോ പട്ടിക ജാതി എന്നോ ചിന്തിക്കാതെ സ്നേഹിക്കും. അവൻ മതപരിവർത്തനം ചെയ്യപ്പെട്ട തരംതാണവനാണ് എന്നവന്റെ തറവാടിനെ ചോദ്യം ചെയ്യാതെ സ്നേഹിക്കും. ആ സ്നേഹം പഠിപ്പിക്കപ്പെട്ടവനാ മുസൽമാൻ.
അല്ല, അത് പഠിപ്പിക്കപ്പെട്ട ഏക സമുദായം ഇന്ത്യൻ ദേശീയതയിലാവട്ടെ, ലോക ചരിത്രത്തിലോ വർത്തമാനത്തിലാവട്ടെ മുസ്ലിം സമുദായവും മുസ്ലിം ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും അല്ലാതെ മറ്റൊന്നുമില്ല എന്നത് എവിടെ വേണമെങ്കിലും വാദിച്ച് ബോധ്യപ്പെടുത്തി തെളിയിക്കാൻ സാധിക്കുന്ന പരമാർത്ഥമാണ്. പ്രമാണങ്ങളുമായി വരൂ. ഇതിന് തുല്യമായി പറഞ്ഞ ഒരു വേദഗ്രന്ഥം, ഇതിന് തുല്യമായി മാതൃക കാണിച്ച ഒരു മനുഷ്യസ്നേഹി പ്രവാചകനെ പോലെ ഇല്ല. പക്ഷെ അതേസമയം മറ്റൊരു വസ്തുതയുണ്ട്. ദൈവത്തിന് അള്ളാഹുവിന്റെ വിധിയാൽ ഒരു പ്രത്യേക അതിർത്തിക്കുള്ളിൽ താമസിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടു എന്നതുകൊണ്ട് അവിടുത്തെ ഭരണാധികാരികൾ ചെയ്തു കൂട്ടുന്ന സകല കൊള്ളരുതായ്മകളെയും ന്യായീകരിക്കണം എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ഭൂരിപക്ഷ വ്യക്തികളോ മറ്റു വ്യക്തികളോ ചെയ്ത സകല തമ്മാടിത്തങ്ങളെയും അവിടെ ബാക്കിയുള്ളവർ പിന്തുണക്കണം എന്ന് പറഞ്ഞാൽ അത്തമ്മാടിത്തത്തെ കൂട്ടുനിൽക്കാൻ മുസൽമാന് കഴിയില്ല എന്നതും മുസൽമാന്റെ തത്വമാണ്, അവൻ പഠിപ്പിക്കപ്പെട്ട ആദർശമാണ്. ഇതേ ഉള്ളൂ ഈ വിഷയം. മുസൽമാൻ ദേശസ്നേഹിയ, അവന് ദേശസ്നേഹി ആവാതിരിക്കാൻ കഴിയില്ല. അവൻ മനുഷ്യസ്നേഹി ആവാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ദേശസ്നേഹമെന്നും മനുഷ്യസ്നേഹമെന്നും ഒക്കെ പറയുന്ന വാക്കുകൾ ആ നാട്ടിലെ ഭരണാധികാരികൾ ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തങ്ങളെ, ക്രൂരതകളെ ചോദ്യം ചെയ്യാതിരിക്കാനുള്ള ഒരു ന്യായമായോ ഒരു കാരണമായോ എടുത്തുയർത്തപ്പെടുമ്പോൾ അവിടുത്തെ ഭൂരിപക്ഷ സമുദായങ്ങളോ മറ്റു സമുദായങ്ങളോ ചെയ്തു കൂട്ടുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെപ്പറ്റി മിണ്ടാണ്ടിരിക്കലാണ് ദേശസ്നേഹം എന്നാരെങ്കിലും വാദിക്കാൻ മെനക്കെട്ടാൽ ഇല്ല. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കപ്പെട്ട ഞങ്ങൾ ആ മനുഷ്യനെ സ്നേഹിക്കും. മനുഷ്യർക്കെതിരെ നിൽക്കുന്ന മനുഷ്യത്വരഹിതമായ പെരുമാറ്റം അത് ഭരണാധികാരികൾ ചെയ്താലും വംശങ്ങൾ ചെയ്താലും സ്വന്തം ഉമ്മത്തിലെ ആളുകൾ ചെയ്താൽ പോലും ചോദ്യം ചെയ്തേ അടങ്ങൂ. ആ വിധത്തിലാണ് ദേശസ്നേഹത്തെ പറ്റി പഠിപ്പിക്കപ്പെട്ടത്. വളരെ ക്ലിയറാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇസ്ലാം മുസ്ലിങ്ങൾ ദേശത്തെ സ്നേഹിക്കുന്നു, ദേശത്തിലുള്ളവരെയും സ്നേഹിക്കുന്നു വിശാലമായ അർത്ഥത്തിൽ. അതേസമയം ഒരു സങ്കുചിതമായ അർത്ഥത്തിലുള്ള ദേശസ്നേഹം എന്ന് പറയുന്നതിനെ നമുക്ക് വേണ്ട വർജ്യമാണ്, അന്യമാണ് താനും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചിത്രങ്ങൾ. ഓർമ്മ വന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ ആവശ്യത്ത് ഈ ചിന്ത മനസ്സിൽ ഉറക്കാൻ. 3 വർഷക്കാലം പ്രവാചകന്റെ ജീവിതമുണ്ട്. മക്കയിൽ ജീവിക്കുന്ന സമയത്തുള്ള ആകെ 13 വർഷത്തിൽ ഒരു 3 വർഷക്കാലത്ത് ജീവിതമുണ്ട് ആ പ്രവാചകന്. നിങ്ങൾക്കറിയാം, മക്കയിലെ പ്രമാണിമാർ പ്രവാചകനോടും വിശ്വാസികളോടും നിസ്സഹകരണം പ്രഖ്യാപിച്ചൊരു കാലം. അബൂ താലിബിന്റെ കുന്നിൻ ചെരുവ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഷൈബ് അബി താലിബിൽ പ്രവാചകൻ ജീവിക്കുന്നുണ്ട്. നമസ്കരിക്കുന്ന പ്രവാചകൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന പ്രവാചകൻ, അനുയായികളും. കൂട്ടിനാരുണ്ട്? പ്രവാചകന്റെ കുടുംബമായ ബനു ഹാഷിം കുടുംബമുണ്ട്. ബനു ഹാഷിം കുടുംബത്തിൽ അവിശ്വാസികളുണ്ട്. അവരും ഈ നിസ്സഹകരണത്തിൽ ഭാഗഭാക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വർഷക്കാലം അബൂ താലിബിന്റെ കുന്നിൻ ചെരുവ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് മക്കക്കാർ നിർദ്ദേശിച്ച നിസ്സഹകരണം കാരണമായി താമസിക്കുമ്പോൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് വിഷമം അനുഭവിച്ചുകൊണ്ട് പച്ചിലകൾ തിന്ന് വെള്ളം കുടിച്ച് വിശപ്പകറ്റി കരയുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ ആഹാരമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ പ്രവാചകൻ ഒരുമിച്ചാ ജീവിക്കുന്നത്. ആരോടൊപ്പം? ബനു ഹാഷിമിലെ കുഫാറിനോടൊപ്പം. എന്താണ് ആ ജീവിതം? ഖുർആൻ ഓതുന്ന പ്രവാചകൻ ഖുർആൻ ഓതിക്കൂടെന്ന് പറയുന്ന ബനു ഹാഷിം, നമസ്കരിക്കുന്ന പ്രവാചകൻ നമസ്കരിച്ചുകൂടെന്ന് പറയുന്ന ബനു ഹാഷിം, അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന പ്രവാചകൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കണമെന്ന് പറയുന്ന ബനു ഹാഷിം. ഇവരൊരുമിച്ച് ഒരു മനസ്സായി ഒരുമിച്ച് ജീവിച്ചു. പ്രവാചകന്റെ തത്വത്തിൽ നിന്നുകൊണ്ട് ജീവിച്ചു. അനുയായികളും ബനു ഹാഷിം അവരെ ആദർശത്തിലും ജീവിച്ചു. ശണ്ടയുണ്ടായോ തമ്മിൽ? പ്രവാചകൻ പ്രശ്നം തീർക്കാൻ മദ്യം പറയേണ്ടി വന്നോ? ഒന്നും ഉണ്ടായില്ല. അതാണ് ആ പ്രവാചകന്റെ അനുയായികളുടെ മനസ്സിന്റെ ആഴം, വിശാലത. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാം. നജറാനിൽ നിന്ന് വന്ന ഏതാനും ക്രിസ്ത്യാനികൾ പ്രവാചക സന്നിധിയിൽ വന്ന് സംസാരിച്ചൊടുവിൽ അന്ന് വൈകുന്നേരമാവുമ്പോൾ അവർക്ക് കുർബാന നടത്തേണ്ട സമയമായി, പ്രാർത്ഥിക്കേണ്ട സമയമായി. അവർ മടിച്ചു പ്രവാചകനോട് പറഞ്ഞു, പുരോഹിതന്മാർ, ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമായി.